ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ ഇതാ നമ്മൾ എല്ലാവരും ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ വാട്ടർ ആൻഡ് സോയിൽ, ജലവും മണ്ണും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് വാട്ടറിനെ പറ്റി, ജലത്തിനെ പറ്റി മക്കൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ നോക്കുന്നത് മണ്ണിനെ പറ്റിയാണ്. നമുക്കറിയാം അല്ലെ, നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള മണ്ണ് നമ്മൾ കാണാറുണ്ട്. എല്ലാം ഒരുപോലെയല്ല അല്ലെ, നിറത്തിൽ വ്യത്യാസമുണ്ട്, അതിന്റെ തരികളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്, അതിനകത്തുള്ള ജലാംശത്തിൽ വ്യത്യാസമുണ്ട്. പല രീതിയിൽ നമ്മുടെ മണ്ണ് എന്ത് ചെയ്യാണ്, സോയിൽ എന്ത് ചെയ്യാണ്, വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. ഈ മണ്ണിനെ പല തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. പല രീതിയിൽ നമ്മൾ മണ്ണിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫാമിങ് അല്ലെ, കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹൗസ് കൺസ്ട്രക്ഷൻ, നമ്മുടെ വീടൊക്കെ പണിയാൻ വേണ്ടിയിട്ട്, തറയൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അത് അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം അല്ലെ, മണ്ണിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്, നമ്മുടെ വീട് വെക്കുന്നത്. അതുപോലെ തന്നെ ബ്രിക്സ്, ടൈൽസ് അല്ലെ, ഓടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്ലാന്റ്സിന് വളരാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ക്രാഫ്റ്റ്സ്, നമ്മുടെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കളിമണ്ണ് കൊണ്ടുള്ള കുറെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല രീതിയിൽ ജീവിക്കാൻ നമുക്ക് മണ്ണ് ആവശ്യമാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോയിലിനെ അല്ലെങ്കിൽ മണ്ണിനെ ഈ രീതിയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മക്കൾ ആലോചിച്ച് നോക്കിയേ, കുറച്ച് മണ്ണെടുത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് ലെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കുറെ ആളുകളെ കാണാൻ പറ്റും അല്ലെ. കുറെ ജീവികൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വേംസ്, ഏർത്ത് വേംസ് ഒക്കെ അല്ലെ, മണ്ണിരേനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണാറുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ് അല്ലെ, സൂക്ഷ്മ ജീവികളെയൊക്കെ നമ്മൾ മണ്ണിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ മണ്ണിൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്നില്ലെങ്കിലും അവരൊക്കെ നമ്മൾ മണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലെ. മക്കൾ ആലോചിച്ച് നോക്കിയേ, എയർ അല്ലെ, വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ മണ്ണിൽ ജീവിക്കുന്ന ഇവർക്കൊക്കെ എന്ത് വേണം, വായു വേണ്ടേ. ഇവർക്ക് അതേപോലെ തന്നെ വാട്ടർ അല്ലെ, ജലം ആവശ്യമില്ലേ. ഇവർക്ക് ജലം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇവർക്ക് എന്ത് വേണം, ഫുഡും വേണം അല്ലെ. അപ്പൊ നമ്മുടെ എയർ, വാട്ടർ, ഫുഡ്, ഇതൊക്കെ മണ്ണിൽ ജീവിക്കുന്ന ജീവികൾക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക? അപ്പൊ നമ്മുടെ മണ്ണിൽ എയറും വാട്ടറും ഫുഡും ഒക്കെ ഉണ്ടോ? വായുവും ജലാംശവും അതുപോലെ ഫുഡ് കിട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ മണ്ണിലുണ്ടോ? അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം അല്ലെ. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാ വരുന്ന ഓണപരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് എയർ ഇൻ ദ സോയിൽ അല്ലെ, മണ്ണിലെ വായു തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വാട്ടർ എടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, ഡ്രൈഡ് ക്ലംസ് അല്ലെ, ഉണങ്ങിയിട്ടുള്ള മൺകട്ടകൾ എന്ത് ചെയ്തു കൊടുക്കുക, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ അത് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, യെസ്, ആ വെള്ളത്തിനകത്ത് നമുക്ക് കുമിളകൾ കാണാൻ പറ്റും അല്ലെ, ബബിൾസ് കാണാൻ പറ്റും. ആ ബബിൾസ് എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് അല്ലെങ്കിൽ എന്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്, യെസ്, എയർ ബബിൾസ് ആണ് അല്ലെ, വായു കുമിളകളാണ്. അതായത് നമ്മുടെ മണ്ണിൽ, നമ്മുടെ സോയിലിൽ എന്തുണ്ടെന്നാണ്, എയർ ഉണ്ട് അല്ലെ, വായു ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ ജീവികൾക്ക് വായു കിട്ടാൻ, എയർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ. നെക്സ്റ്റ് എന്താണ്, വാട്ടർ ഇൻ ദ സോയിൽ, മണ്ണിലെ ജലാംശത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ജലാംശത്തിനെ കുറിച്ചുള്ള ഒരു പ്രവർത്തനമാണ്, അത് തിരിച്ചറിയാനുള്ള ഒരു ആക്ടിവിറ്റി അല്ലെ, ഒരു പരീക്ഷണം എന്ന് നമുക്ക് പറയാം. എന്താ ചെയ്യുന്നത്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുകയാണ് നമ്മൾ. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ സുതാര്യമായത്, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള കാഴ്ച കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കാണാൻ പറ്റണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ബോട്ടിൽ നമ്മൾ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പൂന്തോട്ടം ഉണ്ടാവുമല്ലോ, നമ്മുടെ വീട്ടിനടുത്തുള്ള ഔഷധത്തോട്ടോ പൂന്തോട്ടം ഒക്കെ ഉണ്ടാവില്ലേ സ്കൂളിലൊക്കെ, അവിടെയുള്ള കുറച്ച് മണ്ണ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ശേഖരിച്ചു വെക്കുന്നു. എന്നിട്ട് അത് നന്നായിട്ട് അടച്ചിട്ട് സൂര്യപ്രകാശത്തിൽ അല്ലേ, നല്ല വെയിലത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, വെച്ചേക്കുക. ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട്, ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോയിട്ട് ആ കുപ്പി ഒന്ന് നിരീക്ഷിക്കുക. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും, യെസ്, കുപ്പിയുടെ ഉൾഭാഗത്തായിട്ട്, പുറത്തല്ലാട്ടോ, ഉൾഭാഗത്തായിട്ട്, നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന കുപ്പിയല്ലേ, ബോട്ടിലല്ലേ, അതിന്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ആ വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും അല്ലെ, വാട്ടർ ഡ്രോപ്സ് നമുക്ക് കാണാൻ പറ്റും. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ മണ്ണിലുള്ള ജലാംശത്തെ അല്ലെ, വാട്ടറിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, നമ്മുടെ സോയിലിൽ, നമ്മുടെ മണ്ണിൽ ഓൾറെഡി എന്തുണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട് അല്ലെ, ജലാംശം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്
നെക്സ്റ്റ് ദ ബയോമാസ് അല്ലെ, മണ്ണിലുള്ള ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ജൈവാംശമുള്ള മണ്ണിലാണെങ്കിൽ കുറെ പ്ലാന്റ്സ് ഒക്കെ വളരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആണെന്ന് നമ്മൾ അറിയാം അല്ലെ, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ ബയോമാസ് അല്ലെങ്കിൽ ജൈവാംശം എങ്ങനെയാ നമ്മൾ തിരിച്ചറിയാ? വളരെ സിമ്പിൾ ആണ്. ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് മണ്ണ് ആഡ് ചെയ്യുക അല്ലെ, അതിനകത്തേക്ക് നമ്മൾ വാട്ടറും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നോക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ദേ ആ ആകെ കലങ്ങിക്കിടക്കുന്ന ആ ഒരു വെള്ളത്തിനകത്ത് അടിയിൽ നമുക്ക് ഇതാ മണ്ണുകളും കാര്യങ്ങളും അല്ലെ, സ്റ്റോൺസ് കല്ലുകളൊക്കെ വന്ന് അടിയിൽ കിടക്കുന്നുണ്ടാവും. എന്നാൽ അതിനകത്ത് കുറെ ഉണങ്ങിയ ഇലകളും ഉണങ്ങിയ കമ്പുകളും അല്ലെ, എന്തെങ്കിലുമൊക്കെ ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇതൊക്കെ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? യെസ്, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ബയോമാസ്, നമ്മളുടെ ജൈവാംശത്തിനെയാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഡ്രൈ ലീവ്സ് അല്ലെ, ഉണങ്ങിയ ഇലകളാണെങ്കിലും കമ്പുകളാണെങ്കിലും അതേപോലെ ഏതെങ്കിലും ഓർഗാനിസത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങളാണെങ്കിലും എല്ലാം എന്തിനെയാ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ബയോമാസിനെ, ജൈവാംശത്തിനെയാണ്. അപ്പൊ ഇതൊക്കെയുള്ള മണ്ണില് നമ്മുടെ പ്ലാന്റ്സ്, നമ്മുടെ ചെടികളൊക്കെ വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും? വളരും അല്ലെ. അത് മാത്രമല്ല നമ്മുടെ വോംസ്, നമ്മുടെ എർത്ത് വോം, നമ്മുടെ മണ്ണിനെയൊക്കെ ഭക്ഷണമാക്കുന്നത് എന്താണ്? ദാ ഈ കാണുന്ന ഈ ജൈവാംശം കൂടുതലുള്ള, ബയോമാസ് കൂടുതലുള്ള മണ്ണാണ് അല്ലെ. അപ്പൊ ജീവികൾക്ക് വേണ്ട ഫുഡൊക്കെ അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ടെസ്റ്റ് ചെയ്തത്? എയർ അല്ലെ, വായു ടെസ്റ്റ് ചെയ്തു, മണ്ണിലെ വാട്ടർ അഥവാ ജലം ടെസ്റ്റ് ചെയ്തു, ഇവിടെ ഇതാ നമ്മൾ ബയോമാസ് അഥവാ ജൈവാംശം ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ 3 ആക്ടിവിറ്റികളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 പ്രവർത്തനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതേപോലെയുള്ള കാര്യങ്ങളും ഇനിയും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാടാ. അതുവരെ എല്ലാവർക്കും ബൈ.